ഇന്നും സമയത്ത് പോക്ക് കിടക്കില്ല. ഇരുട്ടുകാട്ടിൽ മാത്തച്ഛൻ. ഓ, ഇയാളത് എവിടെ പോയി കിടക്ക? പിന്നെയും കിടക്കുന്നതാ 3-4 എണ്ണം. ഇന്നത്തെ കാര്യം പോക്കാ. ഡോ, ഇയാളെന്താ പുലി കളിക്കാൻ പോവുകയാണോ? എടോ, തന്നെ വിളിച്ചത്. എന്നാടാ? ഇരുട്ടുകാട്ടിൽ മാത്തച്ഛൻ താനല്ലേ? അതെ. താനത് എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുള്ളൂ? മരിച്ചു കഴിഞ്ഞാൽ സമയം കളയാതെ അങ്ങേ ലോകത്തേക്ക് കെട്ടിയെടുക്കാനുള്ളതാണെന്ന് തനിക്ക് അറിയാൻ പാടില്ലേ? എടോ, ഇന്നലെ വൈകുന്നേരം താൻ വടിയായതല്ലടോ. 5-10 മണിക്കൂറായി ഞാൻ തന്നെയും തെരഞ്ഞു കിടക്ക. പ്രായം ഇത്ര ആയല്ലോ, തനിക്ക് വകതിരിവുണ്ടോടോ? നിക്ക്. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ ആരാടാ നീ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ചന്ദ്രമുഖൻ. എന്ന് വെച്ചാ സൂര്യനും ചന്ദ്രനൊന്നും അല്ല, ചന്ദ്രമുഖൻ. കാലന്റെ അസോസിയേറ്റാ. കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. ദാ കണ്ടില്ലേ കയർ? ഒറ്റ വീക്ക് വെച്ചു ഞാനേ നല്ല ഒന്നാം തരം സത്യക്രിസ്ത്യാനിയാ. എന്നെ കൊണ്ടുപോകാൻ അങ്ങ് ലൂസിഫറിന്റെ കൊട്ടാരത്തിൽ നാള് വരും. നീ പോകാൻ നോക്കടാ. കേലന്റെ അസോസിയേറ്റാ. വിട്ടോ, വേഗം വിട്ടോ. ഇനി എന്റെ മുമ്പിൽ നിന്ന് തല്ലുകൊള്ളിത്തരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഈ ചന്ദ്രമുഖം പിടിച്ച ടാറിട്ട റോഡ് തൊട്ടരയ്ക്കും ഞാൻ. പോടാ. അയ്യോ, തന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ലൂസിഫറിന്റെ കൊട്ടാരത്തിൽ നിന്നും ആള് വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കണ്ട. എടോ, ഈ ഏരിയയിൽ ഏത് മതക്കാരും മരിച്ചാലും കൊണ്ടുപോകുന്നത് ഞാനാ. ഇപ്പൊ എന്റെ കൂടെ വന്നില്ലേ, ഇനി ഞാൻ 12 കൊല്ലം കഴിഞ്ഞേ വരൂ. അതുവരെ തന്റെ ഭാര്യയും മക്കളും നാട്ടുകാരും തന്നെ തെറി പറയുന്നത് കേട്ട് ഗതി കിട്ടാപ്രാതമായി അലയേണ്ടി വരും. അയ്യോ, എന്തു പറയുന്നു? എനിക്ക് പോണം. എടാ മോനെ, അപ്പാപ്പനൊരു അബദ്ധം പറ്റിയതാടാ. എടാ നീ അതങ്ങ് ക്ഷമിക്കടാ. ഞാൻ വരാം, നിന്റെ കൂടെ തന്നെ വരാം. അങ്ങനെ വഴിക്കുവാ. ഡിസ്റ്റൻസ്. ഭൂമിയിൽ പാപങ്ങൾ ചെയ്ത് ജീവിതം കുട്ടിച്ചോറാക്കിയ ഒരാത്മാവ് കൂടി നരകത്തിലേക്ക് വരുന്നു. അതിൻ്റെ സൂചനയായ പെരുമ്പറ മുഴങ്ങി. ആ ദുഷ്ടാത്മാവിനെ ശിക്ഷിക്കേണ്ട നരകത്തിൻ്റെ രാജാവായ ലൂസിഫർ ഉറക്കത്തിലാണ്. കഷ്ടം! എന്തൊരു അധപതനമാണിത്! ഇങ്ങനെ പോയാൽ നരകം കുറച്ചു കാലം കൊണ്ട് കേരളം പോലെയായിപ്പോവും. പ്രഭോ, പ്രഭോ, പ്രഭോ! എന്ത്? ആര്? എങ്ങനെ? എവിടെ? ആരേത്?
കാറി വിളിക്കാൻ നാം എന്താ പൊട്ടനാണെന്നാണോ തന്റെ വിചാരം? ധിക്കാരം അല്പം കൂടി പോകുന്നുണ്ട്. എന്തിനാണ് നമ്മെ ഉണർത്തിയത്? പുതിയൊരു ആത്മാവിന്റെ വരവായി പെരുമ്പറകൾ മുഴങ്ങുന്നുണ്ട്. ഞാൻ പറ്റില്ലെന്ന് എന്നെ വിട്. ഞാൻ നടന്നോളാന്ന് എന്റെ സ്വന്തം കാലിൽ നടന്നോളാം. വിട് വിട് കേട്ടാ. ചേട്ടാ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഓ ആ അവിടെ ഉണ്ടാ? ചേട്ടൻ്റെ ഉണ്ടാ തീപ്പെട്ടി? അവിടെന്നും ആട്ട് ഇവിടെന്നും ആട്ട്. ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന വൈകുന്നേരം ആകുമ്പോഴേക്കും കുറെ എണ്ണയും പിണ്ണാക്കും ഒക്കെ വീട്ടിൽ കൊണ്ടുപോകാനല്ല നിങ്ങൾക്ക്. നിർത്തടാ. നരകത്തിന്റെ രാജാവായ ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് നീ തീപ്പെട്ടി ചോദിക്കും അല്ലേടാ? അല്ല എന്താ പക്ഷെ ചൂടാവണേ? തീപ്പെട്ടിയല്ലേ ചോദിച്ചോളൂ, തീവണ്ടി ചോദിച്ചില്ലല്ലോ. തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നോ പ്രോബ്ലം. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്നെ എടുത്ത് ആ കാണുന്ന തീക്കുണ്ടത്തിലെറിയും. മൊത്തത്തിൽ കത്തിക്കരിഞ്ഞ് പുകയായി പോകും. എന്നാലും ഒരു ബീഡി എത്തിക്കാനുള്ള നീ തരില്ല. അല്ല എന്താ തരുവോ? നിനക്ക് ഞാനിപ്പോ തീപ്പിടി തരാം. നിന്റെ എടോ അവനോട് വർത്തമാനിക്കാൻ നിൽക്കാതെ അവന്റെ അക്കൗണ്ട് നോക്കടോ അസ്തപാനെ. എൽദോസ് ആ അത് ഞാനാ. തികഞ്ഞ മദ്യപാനി. കറക്റ്റ്. കിട്ടുന്നത്ര മുഴുവൻ കുടിച്ച് നാടിനും വീടിനും ഉപകാരമില്ലാതെ ജീവിതം കുട്ടിച്ചോറാക്കിയ പരമദ്രോഹി പാവി ഇവൻ. നിക്ക് 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 നിക്ക്. നാടിന് ഉപകാരമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത്. എന്റെ നാടിന്റെ പേര് നിലനിർത്താൻ അഹോരാത്രം പാടുപെടുന്നവനാണ് ഈ എൽദോസ്. അറിയോ? നാടിനു വേണ്ടി എന്തു മലമറിക്കുന്ന ത്യാഗമാണ് നീ ചെയ്തത്. എല്ലാ ഓണത്തിനും ക്രിസ്മസിനും എന്റെ നാടിന്റെ പേര് പത്രത്തിൽ വരും. അത് ഈ എൽദോസ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല, മനസ്സിലായോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വാങ്ങിച്ചു കുടിച്ച് പറ്റിക്കുന്നത് ഞങ്ങളാ. അത് റെക്കോർഡാ. ഇപ്പതേ ഒരു ഹർത്താൽ വന്നു, അത് തകർന്നു. അടുത്ത വിഷുവിനെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് 3 തരം. എവിടെയാ നിന്റെ വീട്? ചാലക്കുടി. ദൈവം തന്ന ജീവിതം കുടിച്ച് നശിപ്പിച്ചവനാണ് നീ. ശിക്ഷ എന്തായിരിക്കും അറിയോ നിനക്ക്? തീർന്നില്ല. സ്വന്തം പിതാവിനോട് അതിക്രമം കാട്ടിയവനായവൻ. പറയടാ, നീ എന്തിനാണ് ആ മഹാഭാവം ചെയ്തത്? പ്ലീസ്, എല്ലാ കുറ്റവും കൂടി എന്റെ തലയിലേക്ക് കയറ്റിത്തരല്ലേ. താങ്ങൂല. പകലന്തിയോളം ചുവടെടുത്ത് കിട്ടുന്നത് കൊണ്ട് കുടിച്ച് ജീവിക്കുന്ന പട്ടിണി പാവങ്ങളാണ് ഞങ്ങള്. വൈകുന്നേരത്തെ കുടി കഴിഞ്ഞ് രാവിലത്തെ കൈവറ മാറുന്നതിന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യും. എൽദോസ് മുൻകരുതലുള്ളവനാണ്. ഏത്? എടോ പെട്ടെന്ന് പറഞ്ഞു കൊലയ്ക്ക്. സോറി, ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇത്ര സ്പീഡ് കിട്ടും. തിരക്കാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാ. എന്താ? അല്ല പിന്നെ പറയടോ. നമ്മള് തമ്മിൽ ചേരും. ഇയാള് ശരിയല്ല. അപ്പൊ എന്താണ് പറഞ്ഞു വന്നത്? സ്റ്റോക്ക് ഞാൻ കൊണ്ടുവയ്ക്കുന്നതിൽ നിന്ന് അപ്പനെ എടുത്ത് അടിക്കാൻ തുടങ്ങി. അത് കളവല്ലേ? കൽപ്പന ലംഘനമല്ലേ?